കുറേ നാൾ സ്നേഹിച്ചു, എല്ലാം കൊടുത്തു, കൊടുക്കാവുന്ന എല്ലാം കൊടുത്തു. എന്നിട്ട് ഇപ്പോഴത്തെ ഒരു ഭാഷയുണ്ട്, ഇത് തേച്ചിട്ട് പോയി. നിങ്ങൾക്ക് കുറേ ആളുമാണ് ഞാനത് കേട്ടത്, അങ്ങനത്തെ ഭാഷയൊന്നും എനിക്കറിയില്ല. തേച്ചു പോയത് എന്തോ ഒരു ഭാഷയൊക്കെ ഉണ്ട് പിള്ളേരുടെ ഇടയിൽ. അതുപോലെ തേച്ചേച്ച് പോയി. ഞാൻ പറഞ്ഞു പോട്ടെ, കണ്ണിൽ നോക്കിയാൽ പറയാം, നിന്നെ തേച്ചിട്ട് പോകാത്ത ഒരുവനുണ്ടെങ്കിൽ അത് യേശുവാണ്. കൂടെ നിൽക്കുന്നവൻ, എന്തിലും കൂടെ നിൽക്കും. വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. വീണ്ടും എല്ലാ പ്രേക്ഷകരെയും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങൾ നമ്മൾ അതിശക്തമായ ചില വചന സന്ദേശങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഒരു പവർഫുൾ വേർഡ് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ദിസ് ഇസ് ദ മന്ത് ഓഫ് ബ്രേക്ക് ത്രൂസ്. ഫെബ്രുവരി മാസം ശക്തമായുള്ള വിടുതലിൻ്റെ ഒരു മാസമാണ്. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെസ്സേജിൻ്റെ ടൈറ്റിൽ ബ്രേക്ക് ത്രൂ പ്രേസ് എന്നാണ്. വിടുതലിൻ്റെ സ്തുതി, വിടുതൽ നൽകുന്ന സ്തുതി. ആമേൻ. സോ അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവ് ഇന്ന് ചിലരുടെ ലൈഫിൽ വലിയ വിടുതലാക്കുകയാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് ആമേൻ പറഞ്ഞാലും, ലൈവ് ചാറ്റിൽ ആമേൻ ഇട്ടാലും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ചില സ്പോൺസേഴ്സിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആദ്യമായി നമുക്കൊരു ഇലൈറ്റ് സ്പോൺസർ ഉണ്ട്, കാക്കനാട് നിന്നുള്ള വെൽവിഷറാണ്. ഇന്ന് വെൽവിഷറിൻ്റെ 53rd വിവാഹ വാർഷികമാണ്. വാട്ട് എ ഗ്രേറ്റ് ടെസ്റ്റിമോണി, വാട്ട് എ ഗ്രേറ്റ് ടെയിൽ ഓഫ് ഗോഡ്സ് ഗ്രേസ്. 53 വർഷം കർത്താവ് ഈ കുടുംബത്തെ ബ്ലെസ് ചെയ്തിരിക്കുന്നു. ആൻഡ് വി ആർ ടുഗെദർ ഗോയിങ് ടു ബ്ലെസ് ദം. ദൈവം ഇതുവരെ ചെയ്ത എല്ലാ നന്മകൾക്കും, ദൈവം ഇതുവരെ ഒന്നിച്ച് നടത്തിയ ദൈവിക അനുഗ്രഹങ്ങൾക്കും എല്ലാം ആണ് അവരൊരുമിച്ച് നന്ദി പറയുന്നത്. നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ ഉയർത്തി, കാര്യങ്ങൾ നീട്ടി കർത്താവെ ഈ കുടുംബത്തെ ബ്ലെസ് ചെയ്യാം. ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്ന കർത്താവ്, 53 വർഷം ഈ കുടുംബത്തിന് നൽകിയ കർത്താവ്, ഈ അടുത്തൊരു വർഷം വലിയ സന്തോഷത്തിൻ്റെ വർഷമായി തീരട്ടെ, വലിയ ബ്ലെസ്സിങ്സിൻ്റെ വർഷമായി തീരട്ടെ കർത്താവെ. ഈ ദിവസങ്ങളെല്ലാം കർത്താവെ ഇവർക്ക് അങ്ങ് നൽകിയിരിക്കുന്ന പല കാര്യങ്ങളെയും മറ്റുള്ളവർക്ക്, എസ്പെഷ്യലി കർത്താവെ കുടുംബാംഗങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സീസണായി തീരട്ടെ, സീസൺ ഓഫ് ഇമ്പാർട്ടേഷൻ ഫാദർ. അപ്പോൾ തന്നെ ഇനിയുള്ള നാളുകളിൽ കർത്താവെ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ മറഞ്ഞു നിൽക്കുവാനും ആരോഗ്യത്തോടുകൂടി ബലത്തോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ച് മുൻപിലേക്ക് പോകുവാൻ കർത്താവെ ഈ കുടുംബത്തെ ഈവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വി ബ്ലെസ് ദം ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. ലെറ്റ് ദം ഹാവ് മെനി മോർ ഇയേഴ്സ് ടു കം ഫാദർ. വി താങ്ക് യു. അപ്പോൾ തന്നെ നമുക്ക് ന്യൂ ജേഴ്സിയിൽ നിന്ന് സ്പോൺസേഴ്സ് ആയിരിക്കുന്ന 2 സിസ്റ്റേഴ്സാണ്, നീതു രഞ്ജിത്ത് ആൻഡ് നിത്യ രഞ്ജിത്ത്. നമുക്ക് ഒരുമിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ദൈവം ഈ വർഷം ഒരു സൂപ്പർ നാച്ചുറൽ ബിഗിനിങ്സ് നൽകിയതിനുള്ള നന്ദി സൂചകമായിട്ടാണല്ലോ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. കർത്താവെ, ഇത് സൂപ്പർ നാച്ചുറൽ ബിഗിനിങ്സ് മാത്രമല്ല, സൂപ്പർ നാച്ചുറലായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യട്ടെ, സൂപ്പർ നാച്ചുറലായിട്ട് ഈ വർഷം അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്. അപ്പോൾ തന്നെ ഞങ്ങൾ നീതുവിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയുടെ മേഖലയിൽ കർത്താവെ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് പല കാര്യങ്ങളും നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി മേഖലയിൽ കർത്താവെ അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ദുബായിൽ നിന്ന് റിനു രാജ് ആൻഡ് ലെജിമോളാണ് അടുത്തൊരു സ്പോൺസർ. ഇന്ന് റിനു രാജിൻ്റെയും ലെജിമോളുടെയും 10th വെഡിങ് ആനിവേഴ്സറി ആണ്. ഇന്ന് വെഡിങ് ആനിവേഴ്സറിയുടെ ഡേ ആണല്ലോ. കൺഗ്രാജുലേഷൻസ്. ഗോഡ് ബ്ലെസ് യു. 10th വെഡിങ് ആനിവേഴ്സറി. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. കൂടുതൽ സമാധാനത്തോടു കൂടി, കൂടുതൽ ദൈവിക അനുഗ്രഹത്തോടു കൂടി മുൻപിലേക്ക് പോകുവാൻ ഈ വർഷം മുതൽ അവർ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലെജിമോളുടെ ജോലി സ്ഥിരമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഭർത്താവ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന, ആഗ്രഹിക്കുന്ന ആ ബിസിനസ് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്നത്തെ സ്പോൺസേഴ്സ് ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വി ബ്ലെസ് ദം ഫാദർ. ഇൻ ജീസസ് നെയിം വി പ്രേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് ഒരുപാട് നന്ദി. ഇതുപോലെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുള്ള വ്യക്തികളുണ്ടെങ്കിൽ സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്ക് ഈ വരുന്ന സാറ്റർഡേ ലണ്ടനിൽ ഫെബ്രുവരി 21 ദ ഗ്യാദറിംഗ് എന്ന മീറ്റിംഗ് UK വെച്ച് നടക്കും. എല്ലാ UK നമ്മുടെ ഫാമിലിയെ വെൽക്കം ചെയ്യുന്നു. നിങ്ങളുടെ ഫാമിലി അവിടെ ഉണ്ടെങ്കിൽ അവരെ ഇൻവൈറ്റ് ചെയ്യുക. ലണ്ടനിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഈ വരുന്ന സൺഡേ എക്സാം ബ്ലെസ്സിങ് പ്രെയർ സർവീസ് ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുന്നു. പാസ്റ്റർ ഷെമ ഡാമിയും വന്ന് ശുശ്രൂഷിക്കുന്നതാണ്. സോ അതിലേക്ക് നിങ്ങൾ വന്ന് കടന്നു വരിക, മക്കളെ അയക്കുക. വലിയ അത്ഭുതങ്ങൾ മക്കളുടെ ലൈഫിൽ കാണാൻ പോവുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് ഖത്തറിലും ദുബായിലും മീറ്റിംഗ്സ് ഉണ്ട്.
അതിനെല്ലാം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി വരുവാൻ സാധിക്കുന്ന എല്ലാവരും വന്നു ചേരുക. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ വചന സന്ദേശം നമുക്ക് ഒരുമിച്ച് കേൾക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ഫെബ്രുവരി 18 ബുധനാഴ്ച. വാവ്, നമ്മുടെ ഡിവോഷണൽ ഡയറിയിൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്കിയേ. ഫോക്കസ് വേർഡ്, ബ്രേക്ക് ത്രൂ പ്രൈസ്, വിടുതലിൻ്റെ സ്തുതി. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഞാൻ അടുത്തൊരു വാക്ക് പറയുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് സ്തുതിക്കാൻ തുടങ്ങി. കൈകൾ ഉയർത്തി. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, താങ്ക് യു ജീസസ്, യു ആർ ഓസം. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സ്തുതിച്ച്. ബ്രേക്ക് ത്രൂ പ്രൈസ് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടണം. 1000 പ്രാവശ്യം ഇടണം. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തികൾ 16:25, Acts 16 and verse number 25. About midnight, Paul and Silas were praying and singing hymns to God, and the other prisoners were listening to them. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും അവർ പ്രേയിങ് ആൻഡ് സിംഗിങ് ഹിംസ് ടു ഗോഡ്, അവർ പ്രാർത്ഥിച്ചു, പാടി ദൈവത്തെ സ്തുതിച്ചു. മറ്റ് ജയിൽ പുള്ളികളെല്ലാം അവരെങ്ങനെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ആ വചനമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ആ വചനം ഇംഗ്ലീഷിലോ മലയാളത്തിലൊക്കെ കോപ്പി ചെയ്ത് കമൻറ്റ് സെക്ഷനിലേക്ക് ഇടുക. മിടുക്കന്മാരും മിടുക്കികൾ ഇപ്പോൾ മിടുക്ക് കാണിക്കണം. പ്രഖ്യാപനം ഒരുമിച്ചൊന്ന് പറഞ്ഞേ. മൈ പ്രൈസ് ഷേക്സ് പ്രിസൺസ് ടുഡേ. എൻ്റെ സ്തുതി ഇന്ന് ജയിലുകളെ തകർക്കും, ജയിലുകളെ കുലുക്കും, കാരാഗൃഹങ്ങളെ കുലുക്കും. ചെയിൻസ് ഫോൾ ആൻഡ് ഡോർസ് ഓപ്പൺ ആസ് ഐ വർഷിപ്പ്. ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ ചങ്ങലകൾ വീഴും, വാതിലുകൾ തുറക്കപ്പെടും. ഉറക്കെ ഹല്ലേലൂയ. വെടിവെച്ച പോലെ അങ്ങ് പറഞ്ഞ്, കതിന വെടി പോലെ പറഞ്ഞ്, ഡൈനമിറ്റ് പോലെ പറഞ്ഞ് ഹല്ലേലൂയ. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയാം. ഒരു 40 പ്രാവശ്യം ഉച്ചത്തിൽ ഹല്ലേലൂയ ഒരു ദിവസം ഒന്ന് പറഞ്ഞു നോക്ക്. ഒരു ദിവസം 40 പ്രാവശ്യം ഉറക്കെ ഹല്ലേലൂയ. നിങ്ങൾക്ക് അങ്ങനെ ഉറക്കെ വിളിച്ചു പറയാൻ സാഹചര്യം ഇല്ലാത്തൊരു ആളാണെങ്കിൽ അങ്ങനെ പറ്റിയ ഏതെങ്കിലും ഒരു വെളിമ്പ്രദേശത്തേക്കോ പാറപ്പുറത്തേക്കോ അല്ലെങ്കിൽ കാർ ഓടിക്കുന്ന സമയത്ത് ഗ്ലാസ്സൊക്കെ കയറ്റിയിട്ട് ഉറക്കെ അങ്ങ് ദൈവത്തെ സ്തുതിക്കുക. ഒരു കാട്ടിലോ എവിടെയെങ്കിലുമൊക്കെ പോയി സ്തുതിക്കുക. അല്ലെങ്കിൽ വാതിലടച്ച മുറിക്കകത്തോ ബാത്റൂമിനകത്തോ ഉറക്കെ ദൈവത്തെ സ്തുതിക്കുക. ആരും കേൾക്കണമെന്നില്ല. കേട്ട കുഴപ്പമില്ലാത്ത സാഹചര്യമാണെങ്കിൽ അങ്ങനെ. എന്ത് സംഭവിക്കുമെന്ന് നോക്കിയിട്ട് എന്നോട് പറയണം. 40 പ്രാവശ്യം ദിവസവും ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞൊരു 3 മാസം കഴിയുമ്പോൾ എനിക്ക് മെസ്സേജ് ഇടും. എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ അനുസരിച്ച് വായിക്കുക, എഴുതുക, ടിക്ക് ചെയ്യുക. ബ്രേക്ക് ത്രൂ പ്രൈസ് പറഞ്ഞ് വിടുതലിൻ്റെ സ്തുതി, വിടുതലിൻ്റെ സ്തുതി അല്ലെങ്കിൽ തടസ്സങ്ങളെ ഭേദിക്കുന്ന സ്തുതി. 4 കാര്യം പറയാൻ പോകും. നമ്പർ 1, പ്രൈസ് ഇൻ ദ മിഡ് നൈറ്റ് റിലീസസ് ഗോഡ്സ് പവർ. ഞാൻ 6 കാര്യമാണ് ആദ്യം പറഞ്ഞു. ഓരോന്നിനെക്കുറിച്ച് 6 പോയിൻ്റുകൾ പറയുമായിരുന്നു. പക്ഷെ പിന്നീട് എഴുതാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് 5 ആക്കി, ഇപ്പം 4 ആക്കി. ഇനിയും എഴുതാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞാൽ വീണ്ടും കുറക്കും. പ്രൈസ് ഇൻ ദ മിഡ് നൈറ്റ് റിലീസസ് ഗോഡ്സ് പവർ. അർദ്ധരാത്രിയിലെ സ്തുതി ദൈവത്തിൻ്റെ ശക്തിയെ സ്വതന്ത്രമാക്കുന്നു. വാവ്. കോണ്ടക്സ്റ്റ് എല്ലാവർക്കും അറിയാം. പൗലോസ്, ശീലാസ് 2 വലിയ അപ്പോസ്തലന്മാർ, ദൈവത്തിൻ്റെ വലിയ അഭിഷിക്തന്മാരാണ്. അവരെന്ത് ചെയ്തു? അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഇരുട്ടുള്ള നിമിഷങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചു. ദാറ്റ് ഈസ് വെരി ചാലഞ്ചിങ് അല്ലേ? സാധാരണ ജീവിതത്തിൻ്റെ ഏറ്റവും ഡാർക്കസ്റ്റ് മൊമെൻറ്റിൽ സ്തുതി വല്ലതും പുറത്തോട്ട് വരുമോ? കരച്ചിൽ വരും, പരാതിപ്പെട്ട് തുറക്കും, മോങ്ങി തേങ്ങി പ്രശ്നങ്ങളുണ്ടാക്കും. പക്ഷേ സ്തുതി നമുക്കൊക്കെ വരുമോ? They were beaten, wounded and chained in prison. ഒരു കുറ്റവും ചെയ്യാത്തതിന്, ഒരു കുറ്റവും ചെയ്തില്ല എന്ന കുറ്റത്തിന് അവരെ അടിച്ച, മുറിവേൽപ്പിച്ച, ചാതച്ച, ഇഞ്ചപ്പരുവമാക്കി ചങ്ങലയിൽ, ആമത്തിൽ, കാരാഗൃഹത്തിൽ, ഡഞ്ചണിൽ, ഒരു ഭൂഗർഭ കാരാഗൃഹത്തിനകത്ത് കൊണ്ടിട്ടേക്കുക.
മിഡ് നൈറ്റ് റെപ്രസെൻറ്റ്സ് ദി അവർ ഓഫ് ഡെസ്പെയർ. ഇവിടെ അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിരാശയുടെ നെല്ലിപ്പലക കണ്ട് ആ നെല്ലിപ്പലക ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയം. ബട്ട് ഇറ്റ് ഓൾസോ ബിക്കംസ് ദി അവർ ഓഫ് ഡിവൈൻ ഇൻ്റർവെൻഷൻ വെൻ പ്രൈസ് റൈസസ്. എന്നാൽ ആ സാഹചര്യത്തിൽ ദൈവത്തെ സ്തുതിച്ചാൽ ദൈവികമായ ശക്തിയേറിയ ഒരു ഇടപെടലുണ്ടായി. നമ്മുടെ ഫോക്കസ് വേർഡിൽ നമ്മൾ കണ്ടത് ആക്ട് 16:25, അപ്പോസ്തല പ്രവൃത്തികൾ 16:25 നമ്മൾ കാണുന്ന പ്രേയിങ് ആൻഡ് സിംഗിങ് ഹിംസ് ടു ഗാഡ്. അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു, അതോടൊപ്പം ദൈവത്തിന് കീർത്തനങ്ങൾ പാടി. പരാതിപ്പാട്ടല്ല. ഇപ്പം കണ്ണുനീരെന്നു മാറുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ഈ ചങ്ങലകൾ എന്നഴിയുമോ ആ പാട്ടല്ല ഇവർ പാടുന്നത്. ഇവർ ദേ വർ സിംഗിങ് ഹിംസ് ടു ഗോഡ്. ദൈവത്തിനുള്ള കീർത്തനങ്ങൾ, സ്തുതികൾ, സങ്കീർത്തനങ്ങൾ, ദൈവത്തെ പ്രൈസ് ചെയ്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് അവർ. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നമുക്ക് വല്ലാത്ത നിരാശയിലിരിക്കുന്ന സമയത്ത് കണ്ണിരൊക്കെ ഇങ്ങനെ തുടച്ച് കുറച്ച് ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് നമ്മളിങ്ങനെ അതിന് പറ്റിയ പാഠപുസ്തകത്തിലെ ഈ കണ്ണുനീരിന് പറ്റിയ പാട്ടുകളൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. ഈ ദുഃഖം എന്ന് തീരും, ഈ മരുഭൂയാത്ര എന്ന് തീരും, കർത്താവ് എന്നെൻ്റെ കണ്ണിലെ കണ്ണുനീരെല്ലാം തുടയ്ക്കും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പാട്ടുകൾ നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. ഇതൊക്കെയല്ലേ ആ സമയത്ത് നമ്മൾ പാടുള്ളൂ. എന്നാൽ പൗലോസും ശീലാസും ചെയ്യുന്ന പരിപാടി നോക്കി, അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. വാവ്, ഹല്ലേലൂയ. സാം 34 വേഴ്സ് നമ്പർ 1, 34 സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വചനം ഒന്ന് വായിച്ചു നോക്കി. അവിടെ ദാവീദ് എഴുതുന്നത് ഇങ്ങനെയാണ്: ഐ വിൽ ബ്ലെസ് ദ ലോർഡ് അറ്റ് ഓൾ ടൈംസ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, സ്തുതിക്കും. ഒരു മനുഷ്യൻ്റെ തീരുമാനമാണ്, അത് പാട്ടായിട്ട് പുറത്തു വരികയാണ്. ഐ വിൽ ബ്ലെസ് ദ ലോർഡ് അറ്റ് ഓൾ ടൈംസ്. Isaiah 61 and verse number 3, the garment of praise for the spirit of heaviness. ഈ സ്പിരിറ്റ് ഓഫ് ഹെവിനെസ് എന്ന് പറഞ്ഞാൽ ഒരു ഘനം, ഒരു ഭാരം വന്ന് നമ്മുടെ മനസ്സിൽ അങ്ങ് വന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അമിത ഭക്ഷണം കഴിക്കുന്നു. ചിലർക്ക് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 2-3 പാത്രം ചോറാണ് ബ്രദറെ ഞാൻ കഴിക്കുന്നത്. ഇത് എന്ത് വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ തന്നെ 20 കിലോഗ്രാം കൂടി. എനിക്ക് ടെൻഷൻ വരുമ്പോൾ ഞാൻ ഒത്തിരി കഴിക്കുന്നു. ചില നേരെ തിരിച്ച് ടെൻഷനങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമേ വേണ്ട. ലഞ്ച് കഴിക്കുന്നില്ല, എനിക്ക് വേണ്ട, വിശപ്പില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, വിശപ്പില്ല. ചായ കുടിക്കുന്നില്ല, എനിക്കിപ്പോൾ വേണ്ട. ചിലരങ്ങനെയാണ്. പക്ഷേ ഇവിടെ പറയുന്നത് ദ ഗാർമെൻ്റ് ഓഫ് പ്രൈസ് ഫോർ ദ സ്പിരിറ്റ് ഓഫ് ഹെവിനെസ്. വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട എന്നവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ട്രാൻസ്ലേഷൻ മലയാളത്തിൽ. പുറങ്കുപ്പായം, ഒരു മേൽവസ്ത്രം. എന്താണത്? ഗാർമെൻ്റ് ഓഫ് പ്രൈസ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് സ്തുതികളിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുക. ഫോർ ദ സ്പിരിറ്റ് ഓഫ് ഹെവിനെസ്, ഡിപ്രഷൻ, ഭയങ്കരമായ ഡിസപ്പോയിൻമെൻറ്റ്, നിരാശയിൽ ഇങ്ങനെ മുങ്ങിക്കുളിച്ച് സ്നാനപ്പെട്ട് നിൽക്കുക. നിരാശയിൽ ആ സമയത്താണ് പരിശുദ്ധാത്മാവുള്ളത്, മോനെ ഇട്ടോ, മോളെ ഇതിട്ടോ, സ്തുതിയുടെ ഒരു മേലാണ് എന്ന് വെച്ചാൽ അതങ്ങ് വന്നു കഴിയുമ്പോൾ സ്പിരിറ്റ് ഓഫ് ഹെവിനെസ്. ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങളിൽ ഇത് നടക്കുകയാണ്. ഊരിയ ആ കുപ്പായ ഊരിയ, വിലാപ വസ്ത്രം ഊര് യേശുവിൻ്റെ നാമത്തിൽ അഴിച്ച് കള. നിങ്ങളോടാ പറയുന്നത്, യേശുവിൻ്റെ നാമത്തിൽ അഴിച്ച് കള. ഞാൻ ഇത്തിരി ആക്രോശിച്ചൊക്കെ സംസാരിക്കുന്നതിൽ മുൻകൂർ ജാമ്യം എടുക്കുന്നു. പക്ഷേ ഇത് പറയാതിരിക്കാൻ വയ്യ. മതി, സ്റ്റോപ്പ് ഇറ്റ് ഇൻ ജീസസ് നെയിം. ഭയങ്കരമായ ആ നിരാശ അതങ്ങ് പറിച്ച് ഊരി. ചിലർ ദുഃഖം വരുന്ന സമയത്ത് നല്ല വസ്ത്രമൊക്കെ പറിച്ച് ഊരിക്കളഞ്ഞിട്ട് ചണവസ്ത്രം, ചാക്ക് വസ്ത്രം എടുത്ത് ധരിച്ച്, അല്ലേ, യോബ് അത് ചെയ്യുന്നുണ്ട്, പലരും ചെയ്യുന്നത് കാണാം. പൂഴിയും ചാരവുമെല്ലാം വാരി തേച്ച് മാറിലടിച്ച് ഉറക്കേത് വിലപിക്കും. അതാണ് ശരിക്കുള്ള വിലാപം. എന്നാൽ വിലാപങ്ങളെ നൃത്തമാക്കുന്നൊരു ദൈവത്തിൻ്റെ ട്വിസ്റ്റ് യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ആമേൻ.
പരീക്ഷയിൽ തോറ്റു, നോ പ്രോബ്ലം. ബ്രേക്കപ്പായി, അവൻ ഇട്ടിട്ട് പോയി, എല്ലാം കൊടുത്തു, ചങ്ക് കൊടുത്തു, അവൻ ഇട്ടിട്ട് പോയി, അവൾ ഇട്ടിട്ട് പോയി, കളാ പോട്ടെയോ. ഞാൻ ഈ നാടൻ ഭാഷയിൽ ഞാൻ പറയാം, ഈ തുമ്മിയാൽ പറഞ്ഞു പോകുന്ന മൂക്കങ്ങ് പോട്ടേന്ന് വെക്കുക. കുറേ നാൾ സ്നേഹിച്ചു, എല്ലാം കൊടുത്തു, കൊടുക്കാവുന്ന എല്ലാം കൊടുത്തു. എന്നിട്ട് ഇപ്പോഴത്തെ ഒരു ഭാഷയുണ്ട്, ഇന്ന് തേച്ചിട്ട് പോയി. നിങ്ങൾക്ക് കുറേ ആളുമാണ് ഞാനത് കേട്ടു, അങ്ങനത്തെ ഭാഷയൊന്നും എനിക്കറിയില്ല. തേച്ചിട്ട് പോയി, തേച്ചു പോയത് എന്തോ ഒരു ഭാഷയൊക്കെയുണ്ട് പിള്ളേരുടെ ഇടയിൽ. അതുപോലെ തേച്ചേച്ച് പോയി. ഞാൻ പറയുന്നത് പോട്ടെ. കണ്ണിൽ നോക്കി ഞാൻ പറയാം, നിന്നെ തേച്ചിട്ട് പോകാത്ത ഒരുവനുണ്ടെങ്കിൽ അത് യേശുവാണ്. കൂടെ നിൽക്കുന്നവൻ, എന്തിലും കൂടെ നിൽക്കും. ഒരു സ്ത്രീയെ വ്യഭിചാരക്കുറ്റത്തിൽ പിടിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, പരസ്യമായിട്ട് പള്ളി കൊണ്ടുവന്ന് ഇട്ടേക്കുക. ഇപ്പം പിടിച്ചോളൂ എന്ന് പറഞ്ഞു, കൊണ്ടുവന്ന് ഇട്ടേക്കുക. കർത്താവ് തേച്ചിട്ട് പോയോ? കർത്താവ് അവളുടെ കൂടെയാണ് നിന്ന്, അവളെ പാപിനിയായ സ്ത്രീയുടെ പാർട്ടിയായിട്ട് കൂടെ നിന്ന് യേശു. എന്നിട്ട് അവളെ രക്ഷിച്ചു. ഇതാ യേശു. അതാണ് എൻ്റെ യേശു, ഞാൻ വിശ്വസിക്കുന്ന യേശു, ഞാൻ കണ്ട യേശു, ഞാൻ മനസ്സിലാക്കിയ യേശു. നിങ്ങൾ കുടുംബാവം ചെയ്തിട്ടുണ്ടെങ്കിലും കൂടെ നിൽക്കും. കാരണം പാപികളുടെ കൂട്ടുകാരൻ എന്നുള്ള ഇരട്ടപ്പേര് വിളിക്കപ്പെട്ടവനാണ് അവൻ. പാപികൾക്ക് വേണ്ടി ചോര ചെന്തി മരിച്ചവനാണ് അവൻ. നിന്നെ ഒരിക്കലും കൈവിടാത്തവനാണ് യേശു. ഒന്നും മറക്കല്ലേ കുഞ്ഞെ. തേച്ചിട്ട് പോകുന്നവരൊക്കെ തേച്ചിട്ട് പോട്ടെ, ചതിച്ചിട്ട് പോരുന്നവർ ചതിച്ചിട്ട് പോട്ടെ, തുമ്മിയാൽ പറഞ്ഞു പോകുന്ന എല്ലാ മൂക്കും അങ്ങ് പോട്ടെ. അതുകൊണ്ട് പ്രയോജനമില്ലെന്നേ. എന്തിനാണ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ആർക്കൊക്കെയോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. വിലാപ വസ്ത്രം, വിഷണ്ണ മനസ്സിൻ്റെ വസ്ത്രം, ഡിപ്രഷൻ, ഒപ്രഷൻ, സപ്രഷൻ, സകലവും പാറിച്ചൂരി ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും എന്ന് പറഞ്ഞ ദാവീദിനോട് ചേർന്ന് കാലിൽ സ്പ്രിങ് ഫിറ്റ് ചെയ്ത് തുള്ളിച്ചാടി നൃത്തം ചെയ്യുന്ന ആത്മാവിനെ ദൈവം തരികയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നക്ഷത്രങ്ങൾ ഏറ്റവും തിളങ്ങി പ്രകാശിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? പകലാണ്? നോ, ഇൻ ദ ഡാർക്കസ്റ്റ് നൈറ്റ്. ഏറ്റവും ഇരുട്ടുള്ള കൂരിരുട്ടുള്ള രാത്രിയിലാണ് നക്ഷത്രങ്ങൾക്ക് ഏറ്റവും നല്ല ശോഭ. എല്ലാവരും ഒന്ന് പറഞ്ഞേ വാവ്. കമൻറ്റ് സെക്ഷനിലേക്ക് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് വാവ് വാവ് വാവ്. അതുപോലെ പ്രൈസ് ഷൈൻസ് മോസ്റ്റ് പവർഫുള്ളി ഇൻ ദ മിഡ് നൈറ്റ് ഓഫ് ട്രബിൾ. സകല കഷ്ടതയുടെയും അർദ്ധരാത്രിയുടെ ഉള്ളിലാണ്, അകത്താണ് സ്തുതി ഏറ്റവും ബ്രൈറ്റായിട്ട് തിളങ്ങുന്നത്. നമ്പർ 2 എഴുതുക. പ്രൈസ് ചേഞ്ചസ് അറ്റ്മോസ്ഫിയേഴ്സ് ബിഫോർ ഇറ്റ് ചേഞ്ചസ് സർക്കംസ്റ്റാൻസസ്. സാഹചര്യങ്ങളെ മാറ്റുന്നതിന് മുൻപ് സ്തുതി അന്തരീക്ഷത്തെ മാറ്റിമറിക്കും. സാഹചര്യങ്ങൾ മാറും, മാറാതെ എവിടെ പോകാൻ? ഏത് സാഹചര്യവും മാറും. എവറിത്തിങ് ഈസ് ടെമ്പററി. അപ്പോൾ ബിഫോർ ദ പ്രിസൺ ഡോർസ് ഓപ്പൺഡ് ദ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഷിഫ്റ്റഡ്. ജയിലിൻ്റെ കാരാഗൃഹ വാതിലുകളൊക്കെ തുറക്കുന്നതിന് മുൻപ് ആത്മാന്തരീക്ഷം ആദ്യം മാറി. എപ്പോൾ? ഇവർ പ്രാർത്ഥിച്ച് പാട്ടുപാടിയതോടുകൂടി അന്തരീക്ഷം മാറി. സോ പ്രൈസ് ഇൻവൈറ്റ്സ് ഗോഡ്സ് പ്രസൻസ് ആൻഡ് ഡ്രൈസ് ഔട്ട് ഫിയർ, ഡൗട്ട് ആൻഡ് ഡാർക്ക്നെസ്. നടക്കുന്ന കാര്യം ഞാൻ പറയാം. ഈ സ്തുതി ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ആകർഷിച്ചു വരുത്തി ഭയത്തെ ചവിട്ടിപ്പുറത്താക്കും. ഭയം മാത്രമല്ല, സംശയം, ഇരുള് എല്ലാറ്റിനെയും ചവിട്ടിപ്പുറത്താക്കും. കുറിച്ച് വെച്ചോ. സാം 22:3, 22-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വചനത്തിൽ ഗോഡ് ഇൻഹാബിറ്റ്സ് ദ പ്രൈസസ് ഓഫ് ഹിസ് പീപ്പിൾ. ദൈവജനത്തിൻ്റെ സ്തുതികളിന്മേൽ അധിവസിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഇതിൻ്റെ ഗുട്ടൻസ് ഇത്രേ ഉള്ളൂ. ഈ ഏത് ഇരുളിലും ഒരാൾ ഭയങ്കരമായി ദൈവത്തെ സ്തുതിക്കുമ്പോൾ, കേൾക്കുന്നുണ്ടോ? സ്തുതിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം ചെയ്യുന്നൊരു പരിപാടി, ആ സ്തുതികളുടെ മേൽ ദൈവം വന്നങ്ങ് അധിവസിക്കും. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ നാം ദൈവത്തിന് സിംഹാസനം പണിയുന്നത് സ്വർണം കൊണ്ടല്ല, തങ്കം കൊണ്ടല്ല, വെള്ളി കൊണ്ടല്ല, ബ്രാസ് കൊണ്ടല്ല, കല്ല് കൊണ്ടല്ല, മാർബിൾ കൊണ്ടല്ല, മരം കൊണ്ടല്ല, സ്തുതികൾ കൊണ്ടാണ്. സ്തുതികൾ കൊണ്ട് സിംഹാസനം പണിതാൽ
കർത്താവ് വന്ന് അവിടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. ഒരു വലിയ ഹല്ലേലൂയ പറ. 2 Chronicles 20 and verse number 22. 2 ദിനവൃത്താന്തം 20:22 പറയുന്നത്, ആസ് ദ ബിഗാൻ ടു സിങ് ആൻഡ് പ്രൈസ് ദ ലോർഡ് സെറ്റ് ആംബിഷ്യസ്. അവർ പാടാനും സ്തുതിക്കാനും തുടങ്ങിയപ്പോൾ ദൈവം അവിടെ പതിയിരിപ്പുകാരെ ഇരുത്തി. ദൈവം അവിടുത്തെ സ്ട്രാറ്റജി മാറ്റി. എന്നിട്ട് ഭയങ്കരമായ ഒരു ജയം കർത്താവ് കൊടുത്തു. Psalm 100 and verse number 4. 100-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വചനത്തിൽ, എൻ്റർ ഹിസ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിങ്. സ്തോത്രത്തോടുകൂടെ അവൻ്റെ വാതിലുകളിലേക്ക് പ്രവേശിക്കുവിൻ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെൻ യു ഓപ്പൺ വിൻഡോസ് ഇൻ എ ക്ലോസ്ഡ് റൂം, ഫ്രഷ് എയർ എൻറ്റേഴ്സ്. അടഞ്ഞു കിടക്കുന്ന ഒരു മുറി, അതിൻ്റെ ജനലുകൾ അങ്ങ് തുറക്കുമ്പോൾ തന്നെ എന്താ സംഭവിക്കുന്നത്? നല്ല ശുദ്ധവായു അകത്തേക്ക് അങ്ങ് പ്രവേശിക്കും. വാവ്! പ്രൈസ് ഓപ്പൺസ് ദ വിൻഡോസ് ഓഫ് ഹെവൻ ഇൻ ടു ഹെവി സിറ്റുവേഷൻസ്. സ്തുതിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെട്ടിട്ട് ആ ഹെവി സിറ്റുവേഷൻസിലേക്ക് സ്വർഗത്തിൻ്റെ വായു, പ്രാണവായു, അല്ലെങ്കിൽ ആ അന്തരീക്ഷത്തെ അങ്ങ് തുറന്നു വിടും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്പർ 3, പ്രൈസ് ബ്രേക്സ് ചെയിൻസ് ദാറ്റ് പ്രെയർ അലോൺ കനോട്ട്. ഒരു പ്രത്യേകതയുള്ളത്, പ്രാർത്ഥനയ്ക്ക് മാത്രം സാധിക്കാത്ത രീതിയിൽ സ്തുതികൾ കൊണ്ട് ചങ്ങലകൾ പൊട്ടിത്തകർന്ന് താഴെ വീഴും. ചില വിഷയങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. ഒന്ന് പറഞ്ഞ് എഴുതിയ ചില കാര്യങ്ങൾക്ക് വിടുതലിന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അതിനോടൊപ്പം സ്തുതിക്കുകയും ചെയ്യണം. ഇവരിവിടെ ചെയ്തത് പ്രാർത്ഥിക്കുകയും കീർത്തനങ്ങൾ പാടുകയും ചെയ്തു. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയുടേതായ സ്ഥാനമുണ്ട്. പക്ഷെ ചില സമയത്ത് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, സ്തുതിക്കുകയും കൂടെ വേണം. ഓ മൈ ഗോഡ്! ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം വീണ്ടും പറയുന്നു, യുവർ ലവ് സോങ് ടു ജീസസ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ എഗെയിൻസ്റ്റ് ദി എനിമി. കർത്താവിന് വേണ്ടി നമ്മൾ പാടുന്ന സ്നേഹഗീതം, അതാണ്, ആ ലവ് സോങ് ആണ് പിശാചിനെതിരെയുള്ള ഏറ്റവും മാരകായുധം എന്ന് പറയുന്നത്. അതിന് കാരണം, ഒരു വലിയ പ്രശ്നത്തിലൂടെ വരുമ്പോൾ പിശാച് വന്ന് നമ്മെ ദൈവസ്നേഹത്തെ സംശയിപ്പിക്കും. ഓക്കെ, ആ സമയത്ത് നമ്മൾ സ്നേഹിച്ച് ദൈവത്തിന് പാട്ട് പാടിയാൽ അതോടെ തീർന്നു. പിശാചിന് പിന്നെ ഒന്നും ചെയ്യാനില്ല, എല്ലാം തകർന്നു. ഇപ്പം ഇവിടെ ഈ പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. അവർ പ്രാർത്ഥിക്കുക മാത്രമല്ല ചെയ്തത്, ദേ സ്റ്റാർട്ടഡ് സിംഗിങ്. അവർ പാടാൻ തുടങ്ങി. വൗ 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 എന്ന് തീരുമാനിക്കണം. പ്രൈസ് ആഡഡ് ഫെയ്ത്ത് ടു ദെയർ പ്രെയർ. പ്രാർത്ഥിക്കുക, പക്ഷേ സ്തുതിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് വിശ്വാസം അങ്ങ് ആംപ്ലിഫൈ ചെയ്യപ്പെട്ടു. വിശ്വാസം അങ്ങ് വർദ്ധിച്ചു. The chains fell not because of their strength but because of their worship. ചങ്ങലകൾ, ഇവരുടെ ചങ്ങലയും സഹതടവുകാരുടെ ചങ്ങലകളൊക്കെ വീഴാൻ കാരണം എന്തെന്നറിയാമോ? അത് അവരുടെ ശക്തിയല്ല. ശിംശോനൊക്കെ ചെയ്തതുപോലെ ഇതൊക്കെ ഉരുമി ഉടയ്ക്കുകയല്ല ചെയ്തത്, പകരം വർഷിപ്പിൻ്റെ ശക്തി കൊണ്ട് തകർന്നു വീണു. Acts 16 verse 26. അപ്പോസ്തല പ്രവൃത്തികൾ 16:26 വായിച്ച് നോക്കുമ്പോൾ, സഡൻലി ദർ വാസ് എ വയലൻ്റ് എർത്ത് ക്വക്ക്, എവ്രിവൺസ് ചെയിൻസ് കെയിം ലൂസ്. പെട്ടെന്ന് ശക്തിയേറിയൊരു ഭൂകമ്പം അവിടെ ഉണ്ടായി. എന്നിട്ട് എല്ലാവരുടെയും ചങ്ങലകൾ പൊട്ടി തകർന്ന് താഴെ വീണു. Psalm 107 and verse number 14. 107-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാമത്തെ വചനം വായിച്ചു നോക്കി. ഹി ബ്രോട്ട് ദം ഔട്ട് ഓഫ് ഡാർക്ക്നെസ് ആൻഡ് ബ്രോക്ക് ദെയർ ചെയിൻസ്. അവൻ അവരെ ഇരുട്ടിൽ നിന്ന് വിടുവിച്ചു, അവരുടെ ചങ്ങലകളൊക്കെ പൊട്ടി വീണു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണെന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ എനിക്കിവിടെ അറിയാം, പലരുടെയും ശക്തിയേറിയ ചങ്ങലകൾ പൊട്ടി വീണ് സ്വതന്ത്രമാകുകയാണ്. റോമൻസ് 8:37 വായിച്ചു നോക്കി. റോമലേഖനം 8:37, വി ആർ മോർ ദാൻ കോൺകറേഴ്സ്. നാം ജയാളികളെക്കാൾ ജയാളികളാകുന്നു. മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. പ്രൈസ് ഈസ് ദ കീ ദാറ്റ് ഓപ്പൺസ് സ്പിരിച്വൽ പ്രിസൺസ്. ആത്മീയ തടവറകളെ, ആത്മീയ കാരാഗൃഹങ്ങളെ തുറക്കുന്നത് സ്തുതിയാണ്, സ്തുതിയുടെ താക്കോലാണ്. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ സ്പിരിച്വൽ മെൻ്റൽ തടവറകൾക്കുള്ളിലായിപ്പോവും. അവർക്ക് വിടർന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഡിപ്രഷൻ വന്ന് താഴ്ന്ന് ഹെവിനെസ് വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
ഒന്ന് സ്തുതിക്കാൻ തുടങ്ങിയാൽ മതി, താക്കോലിട്ട് തിരിച്ച് ഡോറ് തുറക്കുന്നത് പോലെ അതിൽ നിന്ന് പുറത്തു വരും. ഞാൻ ഇപ്പോഴും പറയും, ഡിപ്രഷനിലുള്ള ഏറ്റവും ശക്തിയേറിയ മരുന്ന് ആൻറ്റി ഡിപ്രസൻസ് അല്ല. നിങ്ങൾ ശ്രദ്ധിച്ചില്ല? ഇപ്പോൾ ഡിപ്രഷൻ വരുന്ന സമയത്ത് സൈക്കിയാട്രിസ്റ്റോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റോ ആരൊക്കെയാണെന്ന് വെച്ചാൽ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അവർ കുറിച്ച് കൊടുക്കും. അപ്പോൾ അവർ ആ മരുന്ന് കഴിക്കുന്ന സമയത്ത് ഈ ഡിപ്രഷന് പുറത്ത് വരാനുള്ളതാണ്. ഓക്കെ, അതിൻ്റേതായ കെമിക്കൽ ഇഫക്റ്റും അതിൻ്റേതായ മെഡിസിനൽ ഇഫക്റ്റും ഒക്കെ കൊണ്ട് കുറേ ശമനം കണ്ടേക്കാം. എന്നാൽ ഞാൻ കണ്ടിട്ടുള്ളത് പറയാം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്രഷനിൽ നിന്ന്, വിഷാദ രോഗത്തിൽ നിന്ന് പുറത്തു വന്നത് ഭയങ്കരമായ പ്രൈസ് സോങ്സ് പാടിയിട്ടാണ്. ദൈവത്തെ സ്തുതിക്കുന്ന പാട്ട്, മൂടില്ലേലും സ്തുതിക്കുന്ന പാട്ടുകൾ പാടി അല്ലെങ്കിൽ പാട്ടുകൾ പ്ലേ ചെയ്ത് ആ അന്തരീക്ഷത്തിലിരിക്കുന്നവരാണ് പെട്ടെന്ന് പുറത്തു വരുന്നത്. കാരണം ഉടൻ തന്നെ കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ തകർന്ന് അടിസ്ഥാനങ്ങൾ വരെ കുലുങ്ങി ആ ജയിൽ പൊളിഞ്ഞു പോകും. ഇതൊരു ജയിൽ ബ്രേക്കിംഗ് തിങ്ങാണ് ഈ പ്രൈസ് എന്ന് പറയുന്നത്. നമ്പർ 4, പ്രൈസ് ബിക്കംസ് എ വിറ്റ്നസ് ടു അതേഴ്സ്. ഈ സ്തുതി മറ്റുള്ളവർക്കൊരു സാക്ഷ്യമാണ്. നിങ്ങളുടെ നാവിൻ തുമ്പിലെ സ്തുതി മറ്റുള്ളവർക്കുള്ള സാക്ഷ്യമാണെന്നുള്ളത് മറക്കരുത്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ, അതായത് അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ ഇടപെട്ട ആ സമയത്ത് അവർ അർദ്ധരാത്രി പ്രാർത്ഥിക്കുകയും പാട്ടുപാടുകയും ചെയ്തപ്പോൾ ദി അതർ പ്രിസണേഴ്സ് വർ ലിസണിങ്. മറ്റ് തടവുപുള്ളികൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. കൊലപാതകത്തിൽ പിടിക്കപ്പെട്ടത്, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടത്, ബാങ്ക് കൊള്ളയടിച്ചത്, പല പല റേപ്പ് കേസ്, ഇങ്ങനെയുള്ള കേസുകളൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പം അവർ ഈ രാത്രിയായപ്പോൾ ഒന്ന് അർദ്ധരാത്രി നല്ല ഉറക്കത്തിലായിരിക്കും, ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവർ ഈ പാട്ട് കേട്ട് എഴുന്നേറ്റ് വന്നപ്പോൾ അവരെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മളിവിടെ ജയിലിൽ കിടക്കുമ്പോൾ പാട്ട് പാടിയിട്ട് ഇപ്പോൾ വർഷങ്ങളായി. ജയിലിൻ്റെ അകത്ത് വന്ന ശേഷം ഇന്ന് വരെ പാട്ട് പാടിയിട്ടില്ല, ഒരു പാട്ട് കേട്ടിട്ടുമില്ല. പക്ഷേ ഈ 2 സാധനങ്ങൾ ഇവിടെ വന്നിട്ട് പാട്ട് പാടുമ്പോൾ ഇത് അന്യഗ്രഹ ജീവികൾ വല്ലതുമാണെന്ന് വെച്ചാൽ അവരിങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതെന്തായി മാറി? ദാറ്റ് ബിക്കേം എ വിറ്റ്നസ് ഓർ എ ടെസ്റ്റിമണി. അതവർക്കുള്ളൊരു സാക്ഷ്യമാണ്. ദൈവം ജീവിച്ചിരിക്കുന്നു, ഞങ്ങളുടെ അവസ്ഥകൾ, ഞങ്ങൾ വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല, ചങ്ങലകൾ കിടക്കുന്നവരെങ്കിലും ഞങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറയുന്ന 2 ദൈവത്തിൻ്റെ മഹാപ്പസ്തോലന്മാരും അഭിഷിക്തന്മാരും. their praise was heard by everyone. കൈയും കാലൊക്കെ ചതഞ്ഞ് കിടക്കുക, ചോര, ഡെറ്റോൾ പോലിട്ട് ആരും കഴുകിയിട്ടില്ല, ഫ്രഷ് വൂൺസ്, കട്ട്സ് ഒക്കെ ആയിട്ടിരിക്കുന്നവരുടെ അകത്ത് സ്തുതി നിറഞ്ഞിരിക്കുക. അവരുടെ വസ്ത്രമൊക്കെ ഒരുപക്ഷെ കീറിപ്പോയി കാണും, പക്ഷേ സ്തുതിയുടെ മേലാട ഇട്ടുകൊണ്ടാണ് അവർ ഇരിക്കുന്നത്. സ്പിരിച്വലി സ്പീക്കിംഗ്, their breakthrough becomes a testimony that led to salvation. അവസാനം അതിൻ്റെ എൻഡ് റിസൾട്ട് എന്തായിരുന്നു? അവർക്കുണ്ടായ വിടുതൽ അതൊരു വലിയ സാക്ഷ്യമായും അനേകരുടെ രക്ഷയ്ക്കും കാരണമായി. അന്ന് രാത്രി ജയിലർ ഉൾപ്പെടെ ഉള്ളവർ സ്നാനമേറ്റു, കർത്താവിൽ വിശ്വസിച്ചു. ആക്ട്സ് 16:30-31. അപ്പോസ്തല പ്രവൃത്തികൾ 16:30 മുതൽ 31 വരെ വായിക്കുമ്പോൾ ദ ജയിലർ ബിലീവ്ഡ് ഇൻ ജീസസ്. ആ കാരാഗൃഹ പ്രമാണി യേശുവിൽ വിശ്വസിച്ചു. ജയിൽ സൂപ്രണ്ട് യേശുവിൽ വിശ്വസിച്ചു. അർദ്ധരാത്രിയിൽ തടവ് പുള്ളികളുടെ സുവിശേഷം കേട്ട്, അവരുടെ പാട്ട് കേട്ട്, ആരാധന കേട്ട് ജയിൽ സൂപ്രണ്ട് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഫുൾ ഫാമിലി കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക എന്നുള്ള വിശ്വവിഖ്യാതമായ വചനം വന്നത് അവിടെ നിന്നാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 16:31 അത് കാണാം. നീ കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീ നിൻ്റെ കുടുംബം രക്ഷപ്പെടും. അതിൻ്റെ അർത്ഥം കുടുംബനാഥൻ രക്ഷിക്കപ്പെട്ട വാഗോണ്ട് ഏറ്റു പറഞ്ഞ കുടുംബത്തിന് മുഴുവനുള്ള ഒത്തിരി പാക്കേജായി എന്നുള്ള അർത്ഥത്തിലല്ല, ഓരോരുത്തരും വിശ്വസിക്കണം. പക്ഷേ കുടുംബനാഥൻ കാലെടുത്ത് വയ്ക്കുമ്പോൾ നോർമലി കുടുംബം മുഴുവൻ രക്ഷയിലേക്ക് വരും, ഇന്നല്ലെങ്കിൽ നാളെ. മാത്യു 5:16. മത്തായി 5:16 പറയുന്നത് ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ ബിഫോർ അതേഴ്സ്. നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. Psalm 40:3.
40-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വചനത്തിൽ മെനി വിൽ സീ ആൻഡ് ഫിയർ ആൻഡ് പുട്ട് ദെയർ ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ഇത് കേട്ട് അനേകർ ഭയപ്പെട്ട് ദൈവത്തിൽ വിശ്വസിക്കും. ഏത് കേട്ട്? ഒന്ന് തുടങ്ങി വായിച്ചു നോക്കണം. സങ്കീർത്തനങ്ങൾ 40-1 തുടങ്ങി. ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവനെൻ്റെ നിലവിളി കേട്ടു, അല്ലേ, ചാഞ്ഞു കേട്ടു. നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചീറ്റിൽ നിന്ന് അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ സ്ഥിരമായ പാറമേൽ നിർത്തി. അവൻ എൻ്റെ വായിൽ ഒരു പുതിയ പാട്ട് തന്നു. ഈ പാട്ട് കേട്ട് പലരും കർത്താൽ വിശ്വസിക്കും. ഈ സ്തുതിഗീതം ഈ കൂരാക്കൂരിരുട്ടുള്ളൊരു മുറിയിൽ ഒരു ചെറിയൊരു വിളക്കെങ്കിലും കത്തിച്ചു വെച്ചാൽ എല്ലാവരും പിന്നെ നോട്ട് അങ്ങോട്ടാ, വേറെ ഒന്നും കണ്ടുകൂടാ. ആ മുറിക്കകത്ത് എവിടെ വെളിച്ചമുണ്ട് അവിടേക്ക് എല്ലാ കണ്ണുകളും തിരിയും. ഇതാണ് അവിടെയും ഈ കാരാഗൃഹത്തിനുള്ളിൽ സംഭവിച്ചത്. അർദ്ധരാത്രി കൂരിരുട്ടുള്ള സമയത്ത് സംഭവിച്ചത്. ബിക്കോസ് പ്രൈസ് ടേൺസ് യുവർ പെയിൻ ഇൻ ടു എ പബ്ലിക് ടെസ്റ്റിമോണി. കാരണം ഈ സ്തുതി നിങ്ങളുടെ വേദനയെ പരസ്യ സാക്ഷ്യമാക്കി മാറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ് ഉപസംഹരിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഫുൾ പ്രാർത്ഥിച്ച് തീർന്നിട്ട് മാത്രമേ നിങ്ങൾ ഇത് ക്ലോസ് ചെയ്യാവൂ. ബ്രേക്ക് ത്രൂ പ്രൈസ് ഡസ് നോട്ട് വെയിറ്റ് ഫോർ ഡോർസ് ടു ഓപ്പൺ ബിഫോർ സിംഗിങ്. ഈ സ്തുതി, വിടുതലിൻ്റെ സ്തുതി എന്ന് പറയുന്നത് വാതിൽ തുറന്ന ശേഷം സ്തുതിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കില്ല. ഇറ്റ് സിങ്സ് അൺടിൽ ഡോർസ് ഓപ്പൺ. വാതിൽ തുറക്കുന്നത് വരെ പാടുന്നതാണ് ബ്രേക്ക് ത്രൂ പ്രൈസ്. സ്തുതിക്കുന്നതാണ് ആ വിടുതലിൻ്റെ സ്തുതി എന്ന് പറയുന്നത്. ഇന്തോനേഷ്യയിൽ ഉണർവ് നടന്ന കാലത്ത് 1960-കളിൽ അവിടെ ആരെങ്കിലും മരിച്ചെന്ന് കേട്ടാൽ ആദ്യം ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ ഇയാളുടെ ആയുസ് തീർത്തോ, ചെയ്യാനുള്ളതൊക്കെ ചെയ്തോ. പ്രാർത്ഥിക്കുമ്പോൾ ചില സമയത്ത് കർത്താവ് പറയും, ഇല്ല, ഇത് അകാല മരണമാണ് എന്ന് പരിശുദ്ധാത്മ പറഞ്ഞാൽ ഡെഡ് ബോഡിയുടെ ചുറ്റും ഒരു പാട്ട് പാടാൻ തുടങ്ങും. പാടി 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 1 പാട്ട് 2 പാട്ട് 3 പാട്ട് ചിലപ്പോൾ 16 പാട്ടൊക്കെ പാടി കഴിയുമ്പോഴായിരിക്കും ആ ശവശരീരം കണ്ണ് ചെമ്മി തുമ്മി എഴുന്നേറ്റിരുന്ന് ആ ഡെഡ് ബോഡി എഴുന്നേറ്റ ആ ആളും കൂടി ചേർന്ന് ആ പാട്ട് പാടും. അതുവരെ അവർ പാടും. ഉണ്ടായ സംഭവം പറയുന്നത്. വർഷിപ്പ് ഇൻ വീക്ക്നെസ് പ്രൊഡ്യൂസസ് വിക്ടറി. വളരെ ബലഹീനതയിൽ തകർന്നു കിടക്കുന്ന സമയത്തെങ്ങാലും ആരാധിച്ചാൽ അതിലൂടെ ഇതുവരെ കാണാത്ത ഒരു വിജയം ഉണ്ടാകും. അനേക ഭവനങ്ങളിൽ പാട്ടില്ല, അനേക ഭവനങ്ങളിൽ ആരാധനയില്ല. ഞാൻ സാധാരണ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരു പാട്ടുപാടി ബൈബിൾ വായിച്ച് അതിനെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്. ഹാർട്ടിൽ നിന്നും സത്യത്തിലും ആത്മാവിലും അഭിഷേകത്തിലും നിറഞ്ഞ ശക്തമായുള്ള ആരാധന. രോഗത്തിന് നടുവിൽ, കുടുംബ പ്രശ്നങ്ങളുടെ നടുവിൽ, പൈശാചിക ശക്തികൾ ചുറ്റും നൃത്തം ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ അതിന് നടുവിൽ സ്തുതിച്ച് പാടിയാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. So when you lift your voice to God, heaven responds and earth shakes. ദൈവത്തെ ആരാധിക്കാനായി ശബ്ദമുയർത്തിയാൽ സ്വർഗം പ്രതികരിക്കും എന്ന് മാത്രമല്ല, ഭൂമി കുലുങ്ങുകയും ചെയ്യും. ഡു നോട്ട് ലെറ്റ് ചെയിൻസ് സൈലൻസ് യുവർ സോങ്. ചങ്ങലകൾ നിങ്ങളുടെ പാട്ടിനെ നിശബ്ദമാക്കരുത്. ചുരുക്കി പറഞ്ഞാൽ, കൈകൾക്ക് ചങ്ങല വീണാലും കാലുകൾക്ക് ചങ്ങല വീണാലും നിങ്ങളുടെ പാട്ടിന് ചങ്ങല വീഴരുത്. ലെറ്റ് യുവർ സോങ് ബ്രേക്ക് യുവർ ചെയിൻസ്. പാട്ടുകൾക്ക് ഇത് പറയുന്നത് ശ്രദ്ധിക്കും മക്കളെ. പാട്ടുകൾക്ക് ചങ്ങലകളെ തകർക്കാൻ ശക്തിയുണ്ട്. പിന്നെ ചെയ്യേണ്ടത് സ്തുതിച്ച് സ്തുതിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് കിടക്കുക. കേട്ടായിരുന്നോ? സ്തുതിച്ച് ആരാധിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് ചവിട്ടിക്കയറാൻ. എന്നിട്ട് നിങ്ങളുടെ ജയില്, നിങ്ങളെ ഇട്ട ജയില് ഒരു സാക്ഷ്യത്തിൻ്റെ സ്റ്റേജായി ദൈവം മാറ്റിയെടുക്കും. കൈനീട്ടാമോ? കർത്താവേ, ഇന്ന് ഈ സ്പിരിറ്റ് എല്ലാവരിലും ഉണ്ടാകട്ടെ. ഭയങ്കര നിരാശയുടെ വിലാപത്തിൻ്റെ നടുവിൽ ദൈവത്തെ സ്തുതിക്കുന്ന കൃപ, ആറ്റിറ്റ്യൂഡ് ഉണ്ടാകട്ടെ. അങ്ങയുടെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ. ഈ തൊണ്ടയിൽ മുഴ, തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങൾ അവിടെ കൈവെക്കുക. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പോയി ടെസ്റ്റ് ചെയ്യണേ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ BP, ബ്ലഡ് ഷുഗർ യേശുവിൻ്റെ നാമത്തിൽ നോർമൽ ആകട്ടെ. 1-2 പ്രാവശ്യം മിസ്കാരേജ് ഉണ്ടായ പക്ഷേ കുഞ്ഞുങ്ങളില്ല. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവരുടെ മേൽ
ദൈവിക അനുഗ്രഹം ഉണ്ടാകട്ടെ. ത്വക്ക് രോഗങ്ങൾ മാറിപ്പോട്ടെ. അലർജികൾ സൗഖ്യമാകട്ടെ. കൈ കൊണ്ട് നീട്ടിപ്പിടിക്കുക. എൻ്റെ കൈയുടെ നേരെ നീട്ട്, ഞാൻ നീട്ടുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, വിടുതലുണ്ടാകട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറട്ടെ. ഇൻ ജീസസ് നെയിം, ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളെ ഈ വചനങ്ങൾ തൊടുന്നുണ്ടെങ്കിൽ ദയവായി നാണമില്ലാതെ ഇതിൻ്റെ ലിങ്കൊക്കെ എടുത്ത് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലോ ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ മീഡിയയിലോ ഫേസ്ബുക്കിലോ ഇട്ട് കൊടുക്കുക. ഇത് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. കർത്താവ് പ്രതിഫലം തരും. ഗോഡ് ബ്ലെസ് യു. സീ ടുമോറോ. ബൈ.